സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടോ? അതും വീട്ടിലിരുന്ന് വളരെ ചെറിയൊരു മുതൽമുടക്കിൽ? എങ്കിൽ ഇതാ നിങ്ങൾക്കൊരു അടിപൊളി അവസരം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കപ്പ ചിപ്സ് ബിസിനസിന്റെ സാധ്യതകളെക്കുറിച്ചാണ്. കുറഞ്ഞ കാശ് മുടക്കി വീട്ടിലിരുന്ന് അത്യാവശ്യം നല്ല ലാഭമുണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സോ? കേൾക്കുമ്പോൾ തന്നെ ഒരു സംശയം തോന്നുന്നുണ്ടല്ലേ? ഒരുപാട് പേര് ചിന്തിക്കുന്ന കാര്യമാണിത്. എന്നാൽ ശരിക്കും അങ്ങനെയൊന്ന് സാധ്യമാണോ? നമുക്കൊന്ന് നോക്കിയാലോ? യെസ്, തീർച്ചയായും സാധ്യമാണ്. ഈ ബിസിനസ്സിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ലാഭം എത്രയാണെന്ന് അറിയാമോ? ഏകദേശം 60% വരെ. അതായത് നിങ്ങൾ 100 രൂപ മുടക്കിയാൽ അതിൽ 60 രൂപയും ലാഭമായിട്ട് കയ്യിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ഒരു കണക്ക് മാത്രം മതി ഈ ബിസിനസ് എത്രത്തോളം അടിപൊളിയാണെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ശരി, എന്തുകൊണ്ടാണ് നമ്മൾ വേറെ ഒന്നും നോക്കാതെ നേരെ കപ്പ ചിപ്സിലേക്ക് വന്നത്? കാരണം വളരെ ലളിതമാണ്. നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള, എപ്പോഴും ഡിമാൻഡുള്ളൊരു സാധനമാണിതല്ലേ. ഇതിന്റെ മാർക്കറ്റ് എത്ര വലുതാണെന്ന് നോക്കൂ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലെ കപ്പ ഇഷ്ടം പോലെ കിട്ടും. പിന്നെ ചെറിയ ചായക്കട മുതൽ വലിയ സൂപ്പർ മാർക്കറ്റുകൾ വരെ ഇതിന് ആവശ്യക്കാരുണ്ട്. ഇനി നമ്മുടെ നാട് വിട്ടു നോക്കിയാലോ? ഗൾഫിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ഇതൊരു ഗൃഹാതിരത്വമാണ്. അതുകൊണ്ടുതന്നെ കയറ്റുമതിക്കും വലിയ സാധ്യതകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു സ്ഥിരവരുമാനം തരാൻ കഴിവുള്ള ഒന്നാണ്. ശരി, അപ്പോൾ ഇത് തുടങ്ങാനായിട്ട് എന്തൊക്കെ വേണം? എത്ര രൂപ കയ്യിൽ കരുതണം? പേടിക്കുക വേണ്ട, ഞാൻ പറഞ്ഞില്ലേ, മുതൽമുടക്ക് വളരെ കുറവാണ്. നമുക്കതിന്റെ കണക്കുകളിലേക്ക് നേരിട്ട് കിടക്കാം. നോക്കൂ, വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് മാത്രമേ പണം വേണ്ടൂ. കപ്പ വാങ്ങാനായിട്ടൊരു 5000 രൂപ വയ്ക്കാം. പിന്നെ അത് വറുക്കാനുള്ള എണ്ണയ്ക്കൊരു 4000 രൂപ. ചിപ്സ് ഒരേ കനത്തിൽ അരിയാനൊരു സ്ലൈസർ എന്തായാലും വേണം, അതിനൊരു 2000. പിന്നെ അടുപ്പും പാത്രങ്ങളും പാക്കിംഗ് കവറുകളും പോലുള്ള ചെറിയ ചിലവുകളും. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയായി? വെറും 15000 രൂപ മുതൽ ഒരു 25000 രൂപ വരെ. കണ്ടില്ലേ? ഇത്രയും ചെറിയൊരു തുകയ്ക്ക് സ്വന്തമായൊരു ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ? ആർക്കും കണ്ടെത്താവുന്നൊരു തുകയാണിത്. ഇനിയിപ്പോൾ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? വളരെ സിമ്പിളാണ്. നല്ല ഫ്രഷ് കപ്പ വേണം. പിന്നെ അത് വറുക്കാനായിട്ട് വെളിച്ചെണ്ണയോ പാം ഓയിലോ ഉപയോഗിക്കാം. കുറച്ച് ഉപ്പ്, എരിവിഷ്ടമുള്ളവർക്ക് വേണ്ടി കുറച്ച് മുളക് പൊടിയുമാകാം. അവസാനം പാക്ക് ചെയ്യാൻ നല്ല വൃത്തിയുള്ള കവറുകൾ. അത്രയുള്ളൂ. ഇനി ലൈസൻസിന്റെ കാര്യമോർത്ത് ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ വീട്ടിൽ ചെറിയ രീതിയിലല്ലേ തുടങ്ങുന്നത്. അപ്പോൾ ഒരു ബേസിക് FSSAI ലൈസൻസ് മാത്രം മതി. ഇത് ഓൺലൈനായിട്ട് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. അതായത് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലും ക്രിസ്പിനെസ്സിലും എങ്ങനെ നമുക്ക് വീട്ടിൽ ചിപ്സ് ഉണ്ടാക്കാം. പേടിക്കേണ്ട, ഇത് ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിൾ പ്രോസസ്സാണ്. വെറും 6 സ്റ്റെപ്പിൽ നമ്മുടെ ചിപ്സ് റെഡി. 1. കപ്പ നന്നായി കഴുകി വൃത്തിയാക്കണം. 2. നല്ല കനം കുറച്ചരിയുക. ഇതാണ് ക്രിസ്പി ആവാനുള്ള പ്രധാന രഹസ്യം. 3. അരിഞ്ഞ കഷ്ണങ്ങൾ വെള്ളത്തിലിട്ട് അതിന്റെ കറ കളഞ്ഞെടുക്കണം. 4. നല്ല ചൂടെണ്ണയിലിട്ട് വറുത്തെടുക്കുക. നല്ലൊരു ഗോൾഡൻ നിറമാകുമ്പോൾ കോരിയെടുക്കാം. 5. ചൂടോടെ തന്നെ ഉപ്പും വേണമെങ്കിൽ കുറച്ച് മുളകുപൊടിയും ചേർക്കാം. 6ാമത്തെയും അവസാനത്തെയുമായ സ്റ്റെപ്പ്, ചൂട് മുഴുവൻ മാറിയ ശേഷം മാത്രം പാക്ക് ചെയ്യുക. കണ്ടില്ലേ എന്ത് എളുപ്പമാണെന്ന്? ഓക്കെ, നമ്മുടെ ഉൽപ്പന്നം റെഡി. ഇനി എല്ലാവരും കേൾക്കാൻ കാത്തിരിക്കുന്ന കാര്യത്തിലേക്ക് വരാം: വിൽപ്പനയും ലാഭവും. ഇതിൽ നിന്ന് എങ്ങനെയാണ് വരുമാനമുണ്ടാകുന്നത്? ഇനിയാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. ഒരു പാക്കറ്റ് ചിപ്സ് ഉണ്ടാക്കാൻ നമുക്ക് ആകെ ചെലവാകുന്നത് ഒരു 15 രൂപ മുതൽ 20 രൂപ വരെയാണ്. പക്ഷേ നമ്മളത് കടയിൽ വിൽക്കുന്നതോ 40 മുതൽ 60 രൂപയ്ക്ക് വരെ. ആ ഒരു വ്യത്യാസം കണ്ടോ? അതാണ് നമ്മുടെ പോക്കറ്റിലേക്ക് വരുന്ന ലാഭം. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിക്കേ. നമ്മുടെ ചെലവ് എത്ര കുറവാണെന്നും വിൽക്കുന്ന വില എത്ര കൂടുതലാണെന്നും ഒറ്റയടിക്ക് മനസ്സിലാവും. ഈ കാണുന്ന വലിയ ഗ്യാപ്പില്ലേ, അതാണ് നമ്മുടെ ലാഭം. ഇനി ലാഭം കണക്കുകൂട്ടാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 1 കിലോ പച്ചക്കപ്പ നമ്മൾ വറുത്തെടുത്താൽ ഏകദേശം ഒരു 250-300 ഗ്രാം ചിപ്സേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഓർഡർ എടുക്കുമ്പോഴും വിലയിടുമ്പോഴും ഈ കണക്ക് മനസ്സിൽ വെക്കണം കേട്ടോ. ശരി, നമ്മൾ ബിസിനസ് തുടങ്ങി, ചെറിയ രീതിയിൽ ലാഭവും കിട്ടിത്തുടങ്ങി. ഇനി എന്ത്? ഇതിനെ എങ്ങനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാം? വീട്ടിലെ ഒരു ചെറിയ സംരംഭത്തിൽ നിന്ന് മാർക്കറ്റിലൊരു ബ്രാൻഡായി എങ്ങനെ മാറാം എന്ന് നോക്കാം. വിൽക്കാൻ എവിടെയൊക്കെ കൊടുക്കാം? ആദ്യം നമ്മുടെ തൊട്ടടുത്തുള്ള ചായക്കടകളിലും ചെറിയ ഷോപ്പുകളിലുമൊക്കെ കൊടുത്തു തുടങ്ങാം. പിന്നെ പതിയെ സൂപ്പർ മാർക്കറ്റുകളെ സമീപിക്കാം. പിന്നെ ഇന്നത്തെ കാലത്ത് വാട്സാപ്പും ഇൻസ്റ്റഗ്രാമും വഴി നേരിട്ട് ഓർഡർ പിടിക്കുന്നത് ഒരു കിടിലൻ ഐഡിയയാണ്. ബിസിനസ് ഒന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ ഗൾഫ് കയറ്റുമതിയെപ്പറ്റി പോലും നമുക്ക് ചിന്തിക്കാം. ഇനി നമ്മുടെ ഈ ചെറിയ ബിസിനസ്സിനെ ഒരു ബ്രാൻഡാക്കി മാറ്റാൻ ചില പൊടിക്കൈകളുണ്ട്. സ്വന്തമായിട്ടൊരു പേരും സ്റ്റിക്കറുമൊക്കെ ഉണ്ടാക്കണം. ആളുകൾക്കൊരു വെറൈറ്റി കൊടുക്കാൻ ചീസ്, പെപ്പർ പോലെ പുതിയ രുചികൾ പരീക്ഷിക്കാം. ഓർഡർ കൂടി വരുമ്പോൾ ഹോൾസെയിൽ വിൽപ്പനയെക്കുറിച്ച് ചിന്തിക്കാം. ആമസോൺ പോലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ ലിസ്റ്റ് ചെയ്യുന്നതും നല്ലതാണ്. കയറ്റുമതിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പാക്കിങ്ങിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. അപ്പോൾ നോക്കൂ, ഇത്രയും സിമ്പിളായി കുറഞ്ഞ മുതൽമുടക്കിൽ തുടങ്ങാൻ പറ്റുന്ന നല്ല ലാഭം തരുന്ന ഒരു ബിസിനസ് അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്.
സ്വന്തമായി ഒരു വരുമാനം കണ്ടെത്താനുള്ള ഒരു വഴി. ഇനി തീരുമാനം നിങ്ങളുടെ കയ്യിലാണ്. എപ്പോഴാ തുടങ്ങുന്നത്? നിങ്ങളുടെ സ്വന്തം ബിസിനസ്.